നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് ഫസ്റ്റ് ഡേയിൽ ഹൈക്കിങ്ങിനായിട്ട് ഇറങ്ങിയത് റൈഡൽ വാട്ടർ ആൻഡ് ഗ്രാസ്മിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈക്കിംഗ് സ്പോട്ടിലേക്കായിരുന്നു കേട്ടോ. ഒരു 5 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു മോഡറേറ്റ് ഹൈക്കിംഗ് ട്രെയിൽ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈഡൽ കേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുഹ കാണാനായിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ പോയത്. റൈഡൽ കേവും അതിന്റെ അടുത്ത് തന്നെ വേറെ കുറെ ഗുഹകളും ഉണ്ടായിരുന്നു കേട്ടോ. റിഡലാണോ എന്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല. ലേക്ക് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലകളും തടാകങ്ങളും കൊണ്ട് നിറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയൊരു നാഷണൽ പാർക്കാണ് കേട്ടോ. പോരാത്തതിന് ഒരു വേൾഡ് ഹെറിറ്റേജ് യുനെസ്കോ സൈറ്റും കൂടെയാണ്. നടക്കാനും ഹൈക്കിങ്ങിനും ബോട്ടിങ്ങിനും ഒക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്പോട്ട്. വേനൽക്കാലത്താണെങ്കിൽ ഇത്തിരി കൂടി ഭംഗി ഉണ്ടാകുമായിരിക്കും എന്ന് എനിക്ക് തോന്നി. നമ്മളൊരു ഒക്ടോബർ സമയത്ത് പോയത് കൊണ്ട് കുറേശ്ശെ മഴയും തണുപ്പൊക്കെ ആയി തുടങ്ങിയായിരുന്നു കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന റൈഡൽ കേവ് ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള കേവ് ആണ് കേട്ടോ. ഇവിടുത്തെ ക്വാറിയും പാറ പൊട്ടിക്കലൊക്കെ കാരണം ഉണ്ടായൊരു കേവാണ്. അധികം ആഴമില്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ കിടക്കുന്ന ഒരു കേവ്. ഇത് അവിടെ അല്ല കേട്ടോ. ഇത് അതിനു മുമ്പ് കണ്ട കുറച്ച് കേവിന്റെ പടികളൊക്കെ ഞാൻ വലിഞ്ഞു കയറാൻ ശ്രമിച്ചതാ. റൈഡൽ കേവ് പോരാഞ്ഞിട്ട് കത്തീഡ്രൽ കേവ്, ആ കേവ്, ഈ കേവ് എന്ന് പറഞ്ഞ് കുറെ ഗുഹകൾ ഈ പരിസരത്ത് ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഇത്തിരി ലോങ് ആയി പോകുന്നതുകൊണ്ട് റൈഡൽ കേവിന്റെ വീഡിയോ അടുത്തൊരു പാട്ടായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മള് വലിയൊരു വോക്ക് കഴിഞ്ഞിട്ട് ഒരു മലയുടെ പൊക്കത്ത് കയറിയിരുന്ന് വേറുള്ളവരെ നടക്കുന്ന കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ലേക്ക് ഡിസ്ട്രിക്റ്റിന്റെ അടുത്ത പാട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.